എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയാണ് കേട്ടോ. അവളിപ്പോൾ ഉറങ്ങുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ നായകൻ്റെ ഒപ്പം. ഇന്നലെ അടിച്ച് പോസായിട്ട് അവൾക്ക് പോലും ബോധമില്ലാണ്ട് അങ്ങനെ അവൾ ആകെ ചാടി എണിച്ച് അവളുടെ എല്ലാ സാധനവും പെറുക്കിയെടുത്തിട്ട് അവിടുന്ന് ഓടി പോവുകയാണ്. പക്ഷേ അവിടെ ഒരു കുടുംബശ്രീ അമ്മായി കാണുകയാണ്, ഇന്നലെ ഇവൻ്റെ ഒപ്പമാണ് കിടന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് വഴി ഇതെല്ലാം പടർത്തുകയാണ്. ഇന്നലെ അവളുടെ ഒപ്പമാണ് കിടന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരത്തേക്കും ഇത് സ്പ്രെഡ് ആക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ അമ്മച്ചിമാരറിയാമല്ലോ, കുടുംബശ്രീ അമ്മച്ചിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരാണ്. നമ്മ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നായികയാണ് നേരെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എടി നീ ഇന്നലെ അവൻ്റെ ഒപ്പമാണ് കിടന്നത്, ഇതേ വാട്സപ്പ് ഗ്രൂപ്പ് ഫുള്ള് പടർന്നിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി, ഞാനൊന്നുമില്ല, എനിക്ക് ഒന്നും ഓർമ്മ പോലും ഇല്ല. ഓ ഓ ഇതേ സമയത്ത് നായകൻ നിൽക്കുമ്പോഴാണെങ്കിൽ നായിക അവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ നായികയുടെ കുടയുണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നായികയാണെങ്കിൽ ആകെ വിഷയമായിട്ടിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിച്ച് ആകെ നാണം കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ എന്തൊക്കെ നടന്നതെന്ന് അവളൊന്ന് ഓർത്തെടുക്കാൻ നോക്കുന്നത് അവൾ ആകെ പൂസായി അടിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തിയതൊക്കെ അവൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. പക്ഷെ അവൾക്കിതൊക്കെ ഓർക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്രയ്ക്ക് കൂതറയായിരുന്നോ എന്നുള്ളൊരു ഇതാണ്. എടി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ. അപ്പം നായിക പറയുക, ഞാൻ ഇന്ന് വന്നോ മോളെ, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മേശപ്പുറത്തൊന്നും ഇരിപ്പുണ്ട്, അന്നമ്മ വേണമെങ്കിൽ വന്നാൽ മതി. ഞാൻ വരുന്നുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, കാരണം ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലാണല്ലോ. അങ്ങനെ അവളാണെങ്കിൽ നേരെ ഡ്രസ്സൊക്കെ ഇട്ട്, പക്ഷേ അവൾക്ക് നല്ല മടിയുണ്ട് കേട്ടോ, കാരണം നാട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ. ഇതേ സമയത്ത് അവിടെ ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ നായികയും അവളുടെ ഫ്രണ്ടും കൂടി നടന്നു പോവുകയാണ്. ദേ അവർ പോകുന്നു, മിണ്ടായി എന്നൊക്കെ പറയുന്നതാണ്. ഇങ്ങനെ കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് വീണ്ടും നായകൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും ചിരിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഒളിഞ്ഞൊക്കെ നോക്കിയാണ് എന്താണ് അവിടെ പരിപാടി എന്നൊക്കെ ചെയ്യുന്നത്. അതായത് അവർ കഴിക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നായിക ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്തിനാ എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്? നീ അറിഞ്ഞില്ലേ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മുടെ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നത്? അയ്യേ നീ എന്തൊട്ട് പറയണം, നമുക്കതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും എനിക്ക് എന്തോ പോലെയൊക്കെയാണ്, കാരണം ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാമല്ലോ നമ്മൾ എങ്ങനെയാണെന്ന്. ഇതേ സമയത്ത് നായകനാണെങ്കിൽ തുടച്ചു കൊടുക്കുകയാണ്. അപ്പം തന്നെ നായികയ്ക്കാണെങ്കിൽ ആകെ ഇതായി പോവുകയാണ്. നിങ്ങളെന്തിനാ ഇപ്പോൾ ഇത് ചെയ്തത്? കാരണം അല്ലെങ്കിൽ തന്നെ നമ്മളെക്കുറിച്ച് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും? എടി അതിനിപ്പോൾ എന്താണ്, ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഡൈവേഴ്സായ ആൾക്കാർ, അതായത് അവരിങ്ങനെ പരസ്പരം പറയുകയാണ്, അതിനിപ്പോൾ എന്താണ് ഒരു ദിവസം ഇങ്ങനെ കിടന്നോർത്ത് എന്താ പറ്റാൻ പോകുന്നത്? അതായത് നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നും എല്ലാവരും ഇവിടെ നടന്നത്, അവർ വേറെ ചില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയതായിരിക്കും. പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നായകൻ വെറും പാവമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അവിടുത്തെ ആൾക്കാർ മൊത്തം നമ്മുടെ നായികയുണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ മൊത്തം ഇങ്ങനെ ഓരോ കാലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അവരെന്നാൽ എന്തിനാണ് അങ്ങനെ കിടന്നത്, അവരെന്തായിരിക്കും അവിടെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഇതേ സമയത്ത് നായകനും കൂടെ ആണെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള കാലൊക്കെ വാങ്ങുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോയടി, എനിക്ക് തന്നെ ഇഷ്ടമൊന്നുമല്ല, പിന്നെ നീ എന്നെ സഹായിക്കാൻ വന്നെന്തിനാ? അതെന്ന് ആ അമ്മൂമ്മ വിളിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്, അല്ലെങ്കിൽ നിന്നെ പോലത്തുള്ളവരൊക്കെ എന്തിനാ സ്നേഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആകെ പ്ലിങ്ങായി പോവുകയാണ്. നായിക വിചാരിച്ചത് നായകന് തന്നോട് ഇഷ്ടമാണെന്ന് വിചാരിച്ചാണ്. സോറി ഞാൻ ചുമ്മാ ചോദിച്ചതാണ്, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കാര്യമൊക്കെ ചെയ്ത് വരുമ്പോൾ ചോദിച്ചതാണ്. അതൊക്കെ വിട്ടേക്ക്, അത് നമ്മൾ ചുമ്മാ ഫ്രണ്ട്ഷിപ്പിനെ പുറത്ത് ചെയ്തതാണ്, അല്ലാണ്ട് വേറൊന്നും അതിൻ്റെ അകത്തില്ല എന്ന് നമ്മുടെ നായകൻ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോൾ നായികയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും, കാരണം സ്വാഭാവികമുള്ളൂ, നമുക്കും ആ വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷെ അവൾ അപ്പോൾ അത് പ്രകടിപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിലും അവളുടെ മനസ്സിലുണ്ടോ, ആയിക്കോട്ടെ ഞാൻ ചുമ്മാ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നീ ഇത് ആരോടും പോയി പറഞ്ഞ് അധികം പുക്കാറൊന്നും ആക്കാൻ നിൽക്കണ്ട, നിൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്, നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെയാണെന്നാണ് നായകൻ പറയുകയാണ്. കുഴപ്പമൊന്നുമില്ല, പോട്ട്, എന്നാൽ ഓക്കെ ശരി, എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. നമ്മുടെ നായകൻ അങ്ങോട്ടും പോവുകയാണ്. ഇതേ സമയത്ത് നേരെ ഡെൻ്റൽ ക്ലിനിക്കിൽ ചെല്ലുന്ന അവളാണെങ്കിൽ, ഞാൻ ചെറുതായിട്ട് അവനൊന്ന് പ്രപ്പോസ് ചെയ്ത്, പക്ഷേ അവൻ പെട്ടെന്ന് റിജക്റ്റ് ചെയ്ത്, അവൻ ആരോടും പോയി പറയുമോ? എല്ലാവരും പറയാനായിരിക്കും സാധ്യത, ഒറ്റയടിക്ക് പറയുകയാണ് കേട്ടോ. അങ്ങനെ നായികയുടെ മനസ്സമാധാനം ചെറുതായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി പോയിരിക്കുകയാണല്ലോ, കാരണം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി പറന്നാണ് ഇത് പിന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവരെ ക്ലിനിക്കിൽ ആളും കൂളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ അവർ പരസ്പരം ഓരോ കാലം ഇങ്ങനെ സംസാരിക്കും. എടി നാണം കെട്ടിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ഇല്ലാടി എന്ന് ഫ്രണ്ട് തിരിച്ച് പറയുകയാണ് കേട്ടോ.
അങ്ങനെ അവർ പരസ്പരം ഓരോ കാലം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി വരാൻ പോകണം, നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം, അല്ലാണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയുകയാണ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായൊന്നുമില്ലല്ലോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലാടി, ഞങ്ങൾ വെറുതെ ചില്ലടിക്കാൻ പോയതാണ്, അവൻ ഹെൽപ്പ് ചെയ്തതിന് അവനിക്ക് ഒരു സമ്മാനം ഒരു വൈൻ ബോട്ടിലും കൊണ്ട് പോയത്, അല്ലാണ്ട് വേറൊന്നുമില്ല, നീയെ പോലെ എന്നെ വിശ്വസിക്കണമില്ല അല്ലേ കൊള്ളാടി, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ പോയി, വെറുതെ ചുമ്മാ അവിടെ പോയി ഇങ്ങനെ ഓരോ കാലം, പക്ഷെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്, വേറെ എന്തൊക്കെ ചെയ്തെന്നൊന്ന് ഓർത്ത് നോക്കി, അതെനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, ഞാൻ ഡാൻസ് കളിച്ച് പാട്ട് പാടി ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ വേറെ ഒന്നും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് നമ്മുടെ നായിക പറയുകയാണ് കേട്ടോ. ഓ ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായികയുടെ ഫ്രണ്ടാണെങ്കിൽ എന്താ അവൾക്ക് ഓർമ്മ വരാത്ത, ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നായികയുടെ പഴയ കാലം കാണിക്കുകയാണ്. അവൾക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയത്ത് ആ ക്രഷിനെ കാണാൻ വേണ്ടി അവളൊരു പബ്ബിലോട്ട് ചെല്ലുമ്പോൾ അവളെക്കുറിച്ച് പറയുകയാണ്, അയ്യ അവളെയൊക്കെ ആർക്ക് വേണം, അവളൊരു കണ്ണടയും വെച്ച് പൊട്ടക്കണ്ണിനെ പോലെയാണ്, അവളെ പൈസയില്ല ഒരു തേങ്ങയില്ല, എന്തിനാ പിന്നെ ഞാൻ നോക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നായിക അവളെക്കുറിച്ച് പറയുന്നത് അവൾ തന്നെ കേൾക്കുമ്പോൾ വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ, നമുക്കാരും നല്ല ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇതേ സമയത്ത് നായിക പറയുകയാണ്, നിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന്, ഞാൻ പോവുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ അവൾക്ക് നല്ല വിഷമമാവുകയാണ്, കാരണം നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമമാണല്ലോ. ഇതേ സമയത്ത് നായികയാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഡൈവേഴ്സായ ആ ഇതാണ് മെയിൻ കുടുംബശ്രീ അമ്മാവി. അങ്ങനെ അവരിങ്ങനെ ഓരോ കാലം ഇങ്ങനെ സംസാരിക്കുകയും ഡൈവേഴ്സ് ആയ അയാളോട് പറയുകയാണ്, എടി നിൻ്റെ ഭർത്താവ് ഇപ്പോൾ വേറൊരു പെണ്ണ്, അതായത് പഴയ കാമുകിയുടെ ഒക്കെയുള്ള നടപ്പ്, ഇനി നിന്നെ മൈൻഡൊക്കെ ചെയ്യുമോ, അതിനിപ്പോൾ എന്താണ്, ഞങ്ങൾ ഡൈവേഴ്സ് ആയില്ലേ, ഇനിയിപ്പോൾ അയാൾ എങ്ങനെ കാണിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരിക്കും അവളുടെ മനസ്സിൽ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, കാരണം നല്ല വിഷമമുണ്ട്. ഇതേ സമയത്ത് ആ ഡൈവേഴ്സായ ആൾ പഴയ കാമുകിക്ക് മെസ്സേജ് അയക്കുകയാണ്, നമുക്കൊരു കോഫി കുടിക്കാൻ വേണ്ടി പോയാലോ, അതായത് പഴയ ടൈപ്പിംഗ് ഒക്കെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും എല്ലാ സർവ്വധൈര്യം സംഭരിച്ച് ഇങ്ങനെ അയക്കാൻ പോകുമ്പോഴേ ഫ്രണ്ട് വരുന്നത്, എടാ ഇങ്ങനെയൊന്നും അല്ല അയക്കും, നീ ഇങ്ങനെ ഒരു റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് അയക്കുക, എന്നാൽ മാത്രം അവൾ വരുള്ളൂ, അല്ലാണ്ട് നീ ഇങ്ങനെ പഴയ ലാംഗ്വേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതേ സമയത്താണ് നമ്മുടെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ നായകനെയാണ് കേട്ടോ. നായകനാണെങ്കിൽ ഓരോ ഇങ്ങനെ സ്റ്റിൽ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും അവിടെ വെച്ച് ഒരാളിനെ പരിചയപ്പെടുകയാണ്. അവനാണെങ്കിൽ നേരെ സ്റ്റില്ലെടുത്ത് പുറത്തോ വീഴാറാവും, എടാ മണ്ട നീ അങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ ക്യാമറമാൻ കയറി വേഗം പിടിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വാലി നീ നേരെ കടലിൽ പോയി കിടക്കും. താങ്ക് യു നിങ്ങളില്ലായിരുന്നെങ്കിൽ പിന്നെ കടലിൽ ഇതിൻ്റെ ക്യാമറ ഒക്കെ പോയാനോ, ഈ കൊള്ളാലി ക്യാമറ നിങ്ങളുടെ ക്യാമറയാണോ, അത് എൻ്റെ ക്യാമറയാണല്ലോ, അതിനിപ്പോൾ എന്താ, അല്ല ഞാൻ ഇതേപോലത്തെ ക്യാമറ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, ഓഹോ ഈ ക്യാമറ കൊള്ളാം, എന്തായാലും എനിക്ക് ക്യാമറയ്ക്കാണ് നമ്മുടെ നായകനോ കേട്ടോ. അതിനിപ്പോൾ എന്താ, നമുക്ക് പോവാം, നമുക്കിവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, നമുക്ക് അവിടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാം, നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് പറയുകയാണ്. അതാണ് നമ്മുടെ അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ നേരെ ആ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ശരിക്കും നായകൻ അവിടെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഇതേ സമയത്ത് കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന സമയത്ത് ഒരു നല്ലൊരു സീനിയർ കണ്ടപ്പോൾ അവർ നിന്നിട്ട് സംസാരിക്കാൻ, അതായത് നല്ല ഭംഗിയുണ്ടല്ലോ ഈ സ്ഥലം കാണാൻ വേണ്ടി, നിൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണോ, എൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണ്, ഞാൻ കുറേ നാളാണ് ഇവിടെ തന്നെ താമസിക്കുന്നത്, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇറങ്ങാറുള്ളൂ, അല്ലാണ്ട് എപ്പോഴെപ്പോഴും ഫോട്ടോ എടുക്കാറൊന്നും ഇറങ്ങാറില്ല, ഞാനും അങ്ങനെ തന്നെയാണ്, ഞാൻ എപ്പോഴെപ്പോഴും പോകാറൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മാത്രമാണ് പോകാറുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശരിക്കും ആ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി നമുക്കപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നായികയും അവളുടെ ഫ്രണ്ടും കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. ആകെ ഒരു വിഷമവും ആകെ ആൾക്കാർ കളിയാക്കുന്നതൊക്കെ ഓർത്തിട്ട് അവൾക്കും ശരിക്കും വിഷമവും സന്തോഷമല്ല കേട്ടോ, സങ്കടമൊക്കെ വരികയാണ്. അങ്ങനെ അവർ പറയുകയാണ്, എടാ നീ വിടടി, അതെന്തിനാ ഇപ്പോൾ ആലോചിച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെക്കുറിച്ച് ഇനി എന്ത് വിചാരിക്കും, നമ്മളെക്കുറിച്ചല്ല നിന്നെക്കുറിച്ച്, നീയാണ് അവൻ്റെ ഒപ്പം കിടന്നത്, അല്ലാണ്ട് ഞാനൊന്നുമല്ല കേട്ടോ. അതിനിപ്പോൾ എന്താണ്, നീ അത് വിട്, ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യാനാ, ഇത് ഇനി എങ്ങനെ മാറ്റിയെടുക്കും, എനിക്ക് ഒരു പിടിയില്ലല്ലോ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ആ ഒരു കാമുകി ഉണ്ടല്ലോ, അതായത് ഡൈവേഴ്സായ അവൻ്റെ കാമുകിയായിട്ട് ഇത് അവൾ പറയുകയാണ്, നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്, നാളെ നിങ്ങളല്ലേ സ്കൂളിലോട്ട് വരുന്നത്, ഈ പല്ലിനെ കുറിച്ചൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അത് ഞാൻ തന്നെയാണ്, നിങ്ങളവിടെ ഉണ്ടാവുമോ നമ്മുടെ അവളോട് ചോദിക്കും. ഉണ്ടാവും. നായികയ്ക്ക് ശരിക്കും സന്തോഷമാവുകയാണ്, ഇവിടെ തിരിച്ചറിയുന്നുണ്ടല്ലോ ആൾക്കാർ. അങ്ങനെ അവൾക്ക് ശരിക്കും ഹാപ്പി ആവുകയാണ്. നമുക്ക് നാളെ സ്കൂളിൽ വെച്ച് കാണാം, നാളെ നേരത്തെ വരണമെന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവർ അതൊക്കെ കഴിഞ്ഞ് ആ സീനറിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ, നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടോ ഓർഡർ ചെയ്തോ, ഞാൻ ഉണ്ടാക്കി തരാം. നീ അപ്പോൾ ഇവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഞാൻ ചെറുതായിട്ട് പാർട്ട് ടൈമായിട്ട് ഇവിടെ
ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിനക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും നീ പറഞ്ഞാൽ മതി, ഒക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് നമ്മുടെ നായകൻ അവനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ഫുഡൊക്കെ ഓരോ കാലൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഈ ഫുഡ് മതി. അങ്ങനെ ആ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ നായകനാണെങ്കിൽ അവനൊക്കെ കൊടുക്കുകയാണ്. നീ ഇരിക്കും, നമുക്ക് ഒരുമിച്ചിട്ട് കഴിക്കാം. അങ്ങനെയൊന്നുമില്ല, നീ കസ്റ്റമറാണ്, അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് വേണം കഴിക്കാം, ഇവിടെ നിന്നാൽ മാത്രം മതി, നീ കഴിച്ചോ, നിനക്ക് വേറെ എന്തെങ്കിലും വേണം നീ പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ നിനക്ക് റെഡിയാക്കി തരാം. എങ്ങനെയുണ്ടാ ഫുഡ്, നല്ലതല്ലേ? ആ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണല്ലോ, ആ താങ്ക് യു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലും അത് തിരിച്ചറിയുകയാണ് കേട്ടോ അവൻ. അങ്ങനെ ഓരോ കാലൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ കറക്റ്റ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, അതായത് എല്ലാ കാര്യം. ഇതേ സമയത്തായിരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആ കാമുകി ഇങ്ങനെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുകയാണ് തൻ്റെ കാമുകൻ്റെ മകനാണ് ഇവനെന്ന് മനസ്സിലാവുകയും അവർക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അതായത് നാളെ ഇങ്ങനെ ഡെൻ്റലിൻ്റെ അവയർനെസ് ക്ലാസ്സൊക്കെ ഉണ്ട്, നിങ്ങൾ വരുമെന്ന് വിചാരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ അതായത് കാമുകൾ മെസ്സേജ് അയക്കും, പണ്ടത്തെ കാമുക മെസ്സേജ് അയക്കണം, നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലെന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവൻ എന്തിനാ ഇപ്പം എന്നെ കോഫി കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഡെൻ്റൽ അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ വെച്ചിട്ടുണ്ട്, നീ പോയാൽ മാത്രം മതി, നിന്നെ സഹായിക്കാനൊക്കെ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് നമ്മുടെ നായികയുടെ അടുത്തിരിക്കുന്നത്. എടി പഞ്ചകി, നീ എനിക്ക് നല്ലൊരു പണിയാണ്ടോ തന്നത്. നമ്മുടെ നായിക ഇഷ്ടമല്ല എന്ന് പറഞ്ഞോടുകൂടി അവൾക്ക് ചെറിയൊരു ഫേസൊക്കെ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആ ഡൈവോഴ്സായ അവൻ്റെ പഴയ കാമുകിനെ കണ്ടിട്ട് ഇങ്ങനെ ബ്ലിങ്ക് അടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും അവൻ്റെ മോൻ പരിചയപ്പെടുത്തുകയാണ്, അച്ഛാ ഇതെൻ്റെ പുതിയ ടീച്ചറാണ്, അമ്മേ ഇതെൻ്റെ പുതിയ ടീച്ചറാണ്, എനിക്ക് മനസ്സിലായി എന്നൊക്കെ നമ്മുടെ ഡൈവേഴ്സായ രണ്ട് ആൾക്കാരെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശരിക്കും ഇവനിക്കാണെങ്കിൽ അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, ഇവർ രണ്ടും കല്യാണം കഴിച്ച് പഠിച്ച് പിന്നെ ഡൈവേഴ്സായിട്ടോ. ഇതേ സമയത്ത് അവയർനെസ് ഒക്കെ കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഡാൻസ് കളിക്കുന്നത് എന്ത് അവയർനെസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അതിൽ കാണിക്കുന്നത് അതേപോലെയാണ്. പല്ല് ഇങ്ങനെയാണ് തേക്കുന്നത്, ശരിക്കും ഇങ്ങനെ ഉരച്ച് തേക്കണം, പക്ഷെ നല്ല അമർത്തി തേക്കരുത്. ഇതൊക്കെയാണ് അവയർനെസ് ആയിട്ട് വരുന്നത്. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ തമ്മിൽ ലവ് ആണോ, നിങ്ങളുടെ ഇഷ്ടത്തിലാണോ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേർ. അതൊന്നും ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന്, പല്ലിനെ കുറിച്ച് വല്ല കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ് നമ്മുടെ നായിക. ഇതേ സമയത്തായിരിക്കും ഓരോരുത്തരെ എണിച്ചിട്ട് പറയുകയാണ്, അയ്യ നിനക്കറിയാൻ പാടില്ലേ, ഇവനെ ആണെങ്കിൽ ഇവള് രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങിയത് എന്നൊക്കെ എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേറെ ഒരുത്തം വന്നിട്ട് പറയുക, എടാ മിണ്ടാണ്ടിരി, നീ എന്തിൻ്റെ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യമില്ല, ഇവരെ എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതേ സമയത്ത് എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവയർനെസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവർ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഓക്കെ ബാ നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതേ സമയത്ത് ഇവൻ്റെ കാമുകി ഇവൻ്റെ അടുത്തൊരു കോഫി കുടിക്കാൻ വേണ്ടി പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ അതായത് നമ്മുടെ കാമുകൻ്റെ, അതായത് അവൻ്റെ ഡൈവോഴ്സായ ഭാര്യയും കൂടി ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി ഒരു കോഫി കുടിച്ചാലോ? എടി ഞാൻ നിന്നെ മാത്രമാണ് ക്ഷണിച്ചത്, നീ ഒന്ന് ഇവിടെ വിളിക്കുന്നത്, അതിനിപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി കഴിച്ചാൽ പോരെ, നമുക്കപ്പോൾ കുറച്ചൊരു അറിയാനും പരിചയപ്പെടാനൊക്കെ പറ്റുമല്ലോ, ഓക്കെ നമുക്ക് പോവാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈവേനൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം മുന്നുണ്ടായിരുന്നു? എനിക്കിങ്ങനെ ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് വന്നത്, വലിയ പ്രശ്നമൊന്നും ആക്കണ്ട, എന്നാലും നിങ്ങൾ ഡോക്ടറിനെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പോൾ ചെറിയൊരു പ്രശ്നമാണ്, ഇനി മുന്നോട്ട് എന്തൊക്കെ പ്രശ്നമാവുമെന്ന് അറിയാൻ, അതുകൊണ്ട് എന്താ നിങ്ങൾ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തേ പറ്റുമെന്ന് പറയുകയാണ് നമ്മുടെ നായിക. ഇതേ സമയത്താണെങ്കിൽ അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണ് പുറത്ത്. ഇതേ സമയത്ത് നമ്മുടെ നായികയുടെ ഫ്രണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ, അതായത് അവിടെ മെഡിക്കൽ സ്റ്റോപ്പിൽ പോയിട്ട് പീരീഡ്സിനുള്ള മരുന്നിനെ വാങ്ങാൻ നേരത്തായിരിക്കും ആ പോലീസുകാരനോട് വരുന്നത്. പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആണെന്ന് അവനെ അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടി വേറെ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതെന്ന് പറയുകയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾ പറയുകയാണ്, പീരീഡ്സിന് ഈ മരുന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആകെ ചൂളി പോവുകയാണ്, അയ്യേ എന്നുള്ള ഒരു ഇതായി പോവുകയാണ്. കാരണം മറ്റവനെ അറിഞ്ഞല്ലോ എന്നുള്ളൊരു ഇതിൽ ശരിക്കും എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്തിനാണത് മറച്ചു വെക്കണമെന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. നിനക്ക് എന്ത് ഹെൽപ്പ് എന്നെ വിളിച്ചാൽ മതി കേട്ടോ, നീ എന്താ ഇപ്പോൾ എന്നോടൊരു മൈൻഡൊന്നും ഇല്ലാത്ത, നമുക്ക് നോക്കാം. അപ്പോൾ ചോദിക്കുകയാണ് അവൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനത്തെ ഉള്ള പെൺകുട്ടിയാണ് ഇഷ്ടം? എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ സീരിയസ്നെസ് ഒന്നും എടുക്കാത്ത എൻ്റെ ജോലിയായിട്ട് ഇരിക്കുന്ന പെൺകുട്ടി എനിക്ക് ഇഷ്ടമോ? അങ്ങനെയാണല്ലേ? അത് നേരെ തിരിച്ചാണ്. അതായത് ഇവനിക്ക് ഇങ്ങനെ കൊറിയൻ ഡ്രാമയൊക്കെ കാണുന്നത് ഇഷ്ടമാണ്, പക്ഷേ അവൾക്കാണെങ്കിൽ കൊറിയൻ ഡ്രാമ ഒന്നും കാണുന്നതേ ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇവൾ വിചാരിക്കുക, അയ്യോ എല്ലാത്തിനും തിരിച്ചാണല്ലോ. എന്നിട്ട് ഇവൾ വീട്ടിൽ പോയിട്ട് കൊറിയൻ ഡ്രാമ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്നില്ല, എല്ലാം റിവേഴ്സാണല്ലോ. ഞാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാം റിവേഴ്സാണ് അവന് ഇഷ്ടപ്പെടുന്നത്. അയ്യോ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തന്നെ അവൻ നായകനെ കൈ നീട്ടുകയാണ്. എന്ത് തരാൻ? അല്ല എൻ്റെ ഫീസും കൊടുത്താ, ഞാൻ ഫീസിന് വേണ്ടിയാണ് വന്നത്. എടി വഞ്ചകി, ഫ്രണ്ട് പറ്റിച്ച പണിയാണെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, ഞാൻ എന്തായാലും പൈസ തരാം. എന്നാൽ ഒരു കാര്യം ചെയ്യ്, എനിക്ക് പൈസയായിട്ട് വേണ്ട, എനിക്ക് ഫുഡ് വാങ്ങി തന്നാൽ മതി. പൈസയായിട്ട് നീ എന്തായാലും തരാൻ പോകില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ഫുഡായിട്ട് മതി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ നേരെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അതായത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓരോ കാലൊക്കെ ഞാൻ ചോദിക്കുന്നു, നീ എന്താ അങ്ങനെ പറഞ്ഞത്, പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, നീ ഇങ്ങനെ ഓരോ നീ എന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, നീ എവിടെ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത്, എനിക്ക് എൻ്റെ വിശ്വാസമില്ലേ? ഇല്ല എനിക്ക് വിശ്വാസമില്ല, ഞാൻ നിനക്കൊരു കണക്ക് തരാം, ആ കണക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ നായിക ഒരു കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ സോൾവ് ചെയ്യുകയാണ് കേട്ടോ. ഒരു കണക്കല്ലേ, ഞാൻ വേറൊരു കണക്ക് കൂടി തരാമെന്ന് പറഞ്ഞ് വേറൊരു കണക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നായകനാണെങ്കിൽ ആ കണക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യുകയാണ് കേട്ടോ. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഈ കണക്കൊക്കെ സോൾവ് ചെയ്തല്ലോ. നമ്മുടെ നായകന് ശരിക്കും നല്ല എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ് കേട്ടോ. അങ്ങനെ നായികയാണെങ്കിൽ ഒരു കണക്ക് നായകൻ കൊടുക്കുമ്പോൾ അവൾ കുറേ ടൈം എടുക്കുകയാണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി. കാരണം അവൾക്ക് ഒന്നും അറിയാൻ പാടില്ല. ഇതേ സമയത്ത് അവിടുത്തെ ഓണർ വരുമ്പോൾ എന്താണ് മക്കളോട് കാണിച്ചു വെച്ചിരിക്കുന്നത്, മുള്ളു വരച്ചാക്കി കൊളാക്കി വെച്ചിരിക്കുകയാണല്ലോ, ഇനി ഞാൻ എങ്ങനെ, അയ്യോ സോറി ആൻറ്റി, സോറി. ഇതേ സമയത്ത് നായിക പറയുന്നുണ്ട്, ആ അമ്മച്ചി വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിനാണ്, ചുമ്മാ തള്ളുകയാണ് കേട്ടോ. കുട ഇങ്ങനെ എടുക്കാമെന്ന് ഓർത്തായിരിക്കും നമ്മുടെ നായകൻ്റെ കയ്യിലേക്ക് ആ കുട. ഇന്ന് ആ കുട ഞാൻ അന്ന് നീ വീട്ടിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ കുട തരാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വന്നത്, പക്ഷെ അന്ന് തരാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് തന്നതെന്ന് പറയാം. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ കുട നേരെ നിവർത്തുകയാണ് കേട്ടോ അവർ. അങ്ങനെ കുട നിവർത്തിയിട്ട് അവർ പോവുകയാണ്. അപ്പം തന്നെ മഴ പെയ്യുകയാണ്. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അവർ മഴയത്തേക്ക് ഇങ്ങനെ കളിച്ച് നല്ല ആസ്വദിച്ചൊക്കെ ഇങ്ങനെ, അതായത് തള്ളി ഇങ്ങനെ ചുമ്മാ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണിക്കില്ല. നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അഭ്യാസങ്ങൾ, നമ്മുടെ കയ്യിലിപ്പോൾ നമുക്ക് കാണിക്കില്ല. അങ്ങനെ ഓരോ കാലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അവനെ ഇങ്ങനെ കൈ വെച്ച് നോക്കി, എനിക്ക് നാളെ പനി വരുമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് ഇങ്ങനെ ചൂടെടുത്ത സമയത്ത് ഐസിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ മുഖത്ത് വെച്ചില്ലേ, അതൊക്കെ ഇവളിങ്ങനെ ഓർക്കുകയാണ്. ഇവൾക്ക് എന്തോ നല്ല രീതിക്ക് ഫീൽ ആവുകയാണ്. അങ്ങനെ അവൾ ഇന്നലെ ചെയ്തൊരു കാര്യം ഓർക്കുകയാണ്, ഇവനെ പിടിച്ച് കിസ്സടിച്ച കാര്യമൊക്കെ ആലോചിച്ച് അവൾക്ക് ആകെ ഇതായി പോയി. ഇന്നലെ വെള്ളമടിച്ചതിൻ്റെ ഒരു ഇതിൽ അവൾ എന്തൊക്കെ ചെയ്ത് അവൾക്ക് പോലെ അറിയാൻ പാടില്ല. അങ്ങനെ അവൾ അതൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ കുടയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാലൊക്കെ സംസാരിക്കും, വളരെയധികം നന്ദിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം പറയാവുന്നതാണ്. നാളെ ഇതിലൊരു എപ്പിസോഡായിട്ട് കാണുന്നവർ എല്ലാവർക്കും ചെറിയൊരു ബായ്.